ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇത് 250 മില്ലിയുടെ കപ്പാണ് കേട്ടോ. ഈത്താപ്പഴം എടുത്തിട്ടുണ്ട്. ഈത്താപ്പഴം ഒരു 8-10 ഈത്താപ്പഴം ഉണ്ടാവും. ഇത് ഞാൻ കുരുവെല്ലാം കളഞ്ഞിട്ട് വെച്ചാണ്. ഇത് കുറച്ച് ചെറിയ ഈത്താപ്പഴമാണ്. ഞാനൊരു 10 എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ഇതപ്പം ഞാനിത് നല്ല പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു വേറെ വെള്ളമൊന്നും കൂട്ടണ്ട, അങ്ങനെ തന്നെ നമുക്ക് പുട്ടുംകുറ്റിയിലേക്ക് ആക്കാം. ഇതിൽ വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റ് നമുക്ക് ചിരണ്ടിയിട്ട് കൊടുക്കാം. നിങ്ങൾ വേണമെങ്കിൽ ക്യാരറ്റ് ചിരണ്ടിയിട്ടാലും മതി കേട്ടോ. അതിൻ്റെ അടുത്ത് ചിരണ്ടൊന്നും സംഭവമില്ല, അതുകൊണ്ട് ഞാൻ ഈ മെഷീനിൽ വെച്ചിട്ട് ചെയ്യുന്നു. നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് പുട്ടുംകുറ്റിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ തേങ്ങ ഞാൻ കുറച്ച് നല്ലോണം എടുത്തിട്ടുണ്ടതാ. ഇത് ഒരു അരമുറി തേങ്ങയുണ്ട്. തേങ്ങ കുറച്ച് നല്ലോണം ഇട്ടിട്ട്, ഇത് മധുരമുള്ള പുട്ടായതുകൊണ്ട് പ്രത്യേകിച്ച് അതിന് കറിയൊന്നും നമുക്ക് കൂട്ടുന്നില്ല. കറിയുടെ പഴത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ വെറുതെ തന്നെ കഴിക്കാൻ ടേസ്റ്റാണ്. അപ്പോൾ പുട്ടുംകുറ്റിയിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. പല രീതിയിലുള്ള പുട്ട് നമ്മൾ ഉണ്ടാക്കല്ലേ. ഈ ലെയറിൽ തേങ്ങ ഇടുന്നിടത്ത് നമുക്ക് ലെയറിൽ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും പഴം വെച്ചിട്ടോ വെജിറ്റബിൾ എന്തെങ്കിലും വെച്ചിട്ടോ അങ്ങനെയും ചെയ്യാം. കേട്ടാ നമ്മളെ ക്യാരറ്റ് പുട്ടിട റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നമുക്ക് എല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. ഇപ്പം നമ്മൾ ആവി പറക്കുന്ന പുട്ടെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പുട്ട് ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. പുട്ട് നമുക്ക് പലതരം വെറൈറ്റി പുട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ. അപ്പോൾ അതുപോലെ ഇത് ഈത്താപ്പഴവും ക്യാരറ്റും വെച്ചിട്ട് ഇതുപോലെ ഈ രീതിക്ക് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടല്ലോ. കറി വേണ്ട, പഴം വേണ്ട, ക്യാരറ്റും ഈത്താപ്പഴം ആയതുകൊണ്ട് നല്ല മധുരമുണ്ട്. അപ്പോൾ കുറച്ച് നന്നായിട്ട് തേങ്ങ ചേർത്താൽ നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തേങ്ങ ഇടുന്ന സ്ഥലത്ത് ലെയറിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടും പിന്നെ ചെയ്യാം കേട്ടോ. നേന്ത്രപ്പഴമോ അല്ല വേറെ എന്തെങ്കിലും വെജിറ്റബിൾ എന്തെങ്കിലും വെച്ചിട്ടോ അങ്ങനെയും ചെയ്യാം കേട്ടോ. നല്ല രുചിയുണ്ട് കേട്ടോ. ക്യാരറ്റും ഇതെല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചെയ്ത് നോക്ക്.
ക്യാരറ്റെല്ലാം കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ എല്ലാവരും ക്യാരറ്റ് ഇതൊന്നും കഴിക്കണം എന്നില്ലല്ലോ. അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. നല്ല ടേസ്റ്റാണ്, നല്ല വെറൈറ്റി പുട്ടാണ്.